നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർഷേ, ആരെയും അറിയിക്കരുത്. അനുജത്തിയുടെ വിവാഹം അടുത്തിരിക്കുമ്പോൾ ചേട്ടത്തിയെ കാണാനില്ല എന്ന് നാട്ടുകാരറിയുന്നത് ഒട്ടും ശരിയല്ല. വന്ദനയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല നാട്ടിലുള്ളത്. ദേ, മലന്ന് കിടന്ന് തുപ്പി കല്യാണം മുടക്കാൻ നിൽക്കണ്ട. ചേട്ടന്റെ അഭിപ്രായത്തോട് ഞാനീ യോജിക്കുന്നു. ചേച്ചിയുടെ വിവാഹം കെട്ടാൻ നിശ്ചയിച്ചിരുന്ന വരന്റെ ദുർമരണം മൂലം മുടങ്ങി. അനിയത്തിയുടെ വിവാഹം ചേച്ചിയുടെ ദുർനടപ്പ് കൊണ്ട് മുടങ്ങി എന്നുള്ള വാർത്ത നാടൊട്ടുക്ക് പരക്കും. നിർത്ത്, കേട്ടിട്ട് പുറം പെരുക്കുന്നു. സ്വന്തം പെങ്ങളെ കുറിച്ച് പറയുന്നെന്നുള്ള ഓർമ്മ വേണം. ചേച്ചി പോലീസിലൊരു പരാതി കൊടുത്തപ്പോ ആ പോസ്റ്റർ ഒട്ടിച്ചവന്മാരെ കാണാനില്ലല്ലോ. ഇത് വന്ദനേച്ചി പോലുള്ള പാവം പെൺകുട്ടികളെ അപവാദം പറയാൻ ഞരമ്പ് രോഗികൾ ചെയ്യുന്നതാ. നീയും കൊടിമാറി പിടിക്കാൻ തുടങ്ങിയോ? അതെ, വന്ദനേച്ചിയായിട്ട് പല കാര്യത്തിലും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ വന്ദനേച്ചി വഴിവിട്ട് സഞ്ചരിക്കുന്നവളാണെന്ന് പറഞ്ഞോ അത് ഞാൻ സമ്മതിച്ചു തരില്ല. ഒന്ന് നിർത്ത്. തർക്കവും വഴക്കും കോലാഹലങ്ങളും ഒന്നും വേണ്ട. ഇതൊരു കല്യാണ വീടാ. അച്ഛമ്മേ, ചേച്ചിയെ കാണാനില്ല എന്നുള്ള വിവരം ഞാൻ വിക്രമിനെ അറിയിക്കാൻ പോവാ. ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം വിവാഹത്തിന് തടസ്സം പറഞ്ഞ ഈ വിവാഹം എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് ഈ ലോകത്ത് എല്ലാറ്റിനേക്കാളും വലുതെന്റെ വന്ദനേച്ചിയാ. വിഷമിക്കാതെ. വന്ദനമ്മേ, വന്ദനമ്മേ, എനിക്ക് വന്ദനമ്മേ കാണണം. വന്ദനമ്മേ, മോളെ മോളെ, മോളിത് എങ്ങോട്ടേ പോന്നേ? എനിക്ക് വന്ദനമ്മേ കാണണം. വന്ദനമ്മ ഇപ്പം വരും മോളെ. വന്ദനമ്മ എവിടേക്കാ പോയത്? വന്ദനമ്മ ഇപ്പം വരും കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.